ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത ചിപ്പിനെ കാണാൻ വേണ്ടി രചനയുടെ വീട്ടിലേക്ക് വരുക കേട്ടോ. രചനയുടെ വീട്ടിൽ വരുന്ന ഇഷിത ചിപ്പിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷമൊക്കെ പങ്കുവെക്കുകയാണ്. അതിനുശേഷം ചിപ്പി പറഞ്ഞു നമുക്ക് മുകളിൽ എൻ്റെ റൂമിൽ പോയി സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ ചിപ്പി നമ്മുടെ ഇഷിതനെയും കൂട്ടിക്കൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകുക കേട്ടോ. ആ സമയമാണ് കറക്റ്റായിട്ട് നമ്മുടെ സ്വപ്നവല്ലി ആയേനെയും കൂട്ടിക്കൊണ്ട് ഒന്ന് ചിപ്പീനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ രചന വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. സ്വപ്നവല്ലിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു പുച്ഛത്തോടു കൂടി അഹങ്കാരത്തോട് തന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചെയ്യുമ്പോൾ എനിക്കൊന്ന് ചിപ്പിനെ കാണുന്നു. ചിപ്പിയോ? ആരുടെ ചിപ്പി? എൻ്റെ മോൾ ചിപ്പിനെയാണോ? നിങ്ങളെ ഞാൻ എന്തിനെ കാണിക്കണം? നിങ്ങൾ ആരാ അവളുടെ എന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ അച്ഛൻ്റെ അമ്മയാണ്, അച്ഛമ്മ എന്ന് പറയുമ്പോൾ അച്ഛമ്മ വന്നിരിക്കുന്നു, മരത്തേക്ക് ഇറങ്ങി പോവാൻ നോക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി പറഞ്ഞില്ല, ഞാൻ പോവില്ല, ചിപ്പിനെ കാണാതെ ഞാൻ പോകില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ട് നമ്മുടെ ഇഷിത പതിക്കെ നിലത്തേക്ക് വന്ന് നോക്കുക കേട്ടോ. നോക്കുമ്പോൾ ഇഷിത ഞെട്ടിപ്പോവാണ്. വേറൊന്നുമല്ല, സ്വപ്നവല്ലി ആട്ടി ഓടിക്കുവാണ് രചനയുടെ വേറൊരു രൂപമാണ് ആ സമയത്ത് ഇഷിത കാണുന്നത് കേട്ടോ. ഈ സ്വപ്നവല്ലി അടുത്ത് പറയുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുകയെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ശബ്ദം കേട്ട് ചിപ്പി ഓടി വരണം. അയ്യോ അച്ഛമ്മേ അച്ഛമ്മേ എന്ന് പറഞ്ഞാൽ ഓടി വരുമ്പോഴേക്കും രചന ചിപ്പിനെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് സ്വപ്നവല്ലിനെ തള്ളുവാണ്. ആ സമയത്ത് സ്വപ്നവല്ലി നമ്മുടെ ഇഷിതനെ കാണുന്നുണ്ട്. ഇഷിതടുത്ത് പറയുന്നുണ്ട്, നോക്കിക്കോ ഇതിനെല്ലാത്തിനും കാരണം നീയാടി, എനിക്ക് എൻ്റെ കൊച്ചുമോളെ പോലും ഇപ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥ നിന്നെ കാണാൻ നീയാണ്, നീ ഇതിനെ അനുഭവിക്കും, ഈ സ്വപ്നവല്ലിയാണ് പറഞ്ഞത്, എൻ്റെ ശാപം നിനക്ക് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ഇഷിതക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഇഷിത ആ സമയത്ത് രചനടുത്ത് പറയുന്നത് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അത് കേട്ടിട്ട് രചനക്കാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ല കേട്ടോ. രചന ഒന്നും അറിയാത്ത പോലെ അഹങ്കാരത്തോടു കൂടി തന്നെ നിൽക്കുവാണ്. പക്ഷേ നമ്മുടെ ഇഷിതക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം രചന ആളത്ര ശരിയല്ല, ആകാശം ശരിയല്ല എന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ ഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ ഇഷിത വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചത്. നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ പ്രൊമോ ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നാളെ കാണാം. ബൈ.